dear friends to Amazing World of Science, my YouTube channel. Amazing World of Science എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ട് നമ്മുടെ ഈ അടുക്കളയിലൊക്കെയുള്ള ചെറിയ കറിക്കത്തികളുണ്ടല്ലോ, അപ്പോൾ അതിന് വന്നിട്ട് നമുക്ക് അടുക്കളയിൽ കിച്ചണിൽ തന്നെ ഇത് എങ്ങനെ മൂർച്ചയാക്കാം എന്നുള്ളത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ വന്നിട്ട് ഇതുപോലത്തെ ഈ അലൂമിനിയം ഫോയിലകത്തുള്ള ഇതുപോലത്തെ ഈ നമ്മൾ ഈ 5 സ്റ്റാറോ ലേസോ ഒക്കെ വാങ്ങിക്കുമ്പോഴേക്ക് കിട്ടുന്ന കവറുകളും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യം വെച്ചിട്ട് മാത്രം നമുക്ക് ഈ കത്തിയുടെ മൂർച്ച വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇത് ശരിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ കവർ ആദ്യം നല്ല കട്ടിയായിട്ട് തന്നെ ഒരു 4 മടക്കിയെടുക്കണം. കവറിൻ്റെ പുറം ഭാഗം വന്നിട്ട് ഇങ്ങനെ വരുന്ന പോലെ അലൂമിനിയം ഫോയിൽ കത്തിയുമായിട്ടും കോണ്ടാക്റ്റിൽ വരുന്ന രീതിയിൽ നമ്മൾ ഇത്, കാരണം നമ്മൾ കുറച്ച് കട്ടിയായിട്ട് മടക്കി ഒരു 4 മടക്കിയാൽ ഇതിനൊരു കട്ടി വരുള്ളൂ. ഇല്ലെങ്കിൽ വന്നിട്ട് അത് മൂർച്ച കൂട്ടുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ വല്ലതും തട്ടി ഇത് കവർ മുറിഞ്ഞോ അങ്ങനെ തട്ടാനോ ഉള്ളൊരു സാധ്യത ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ അത് മടക്കി ആദ്യം എടുക്കാം. അപ്പോൾ നമ്മൾ ഇത് വന്നിട്ട് 4 ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നും ചെയ്യണ്ട. ഇങ്ങനത്തെ ഈ ഭാഗത്തിൽ നമ്മൾ ഈ കത്തി ഉണ്ടല്ലോ, കത്തി ഇതുപോലെ ഏത് ഭാഗമാണോ നമ്മൾ മൂർച്ചയാക്കാനുള്ളത് അത് അകത്ത് കയറ്റിയിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇതിങ്ങനെ ഉരച്ചുകൊണ്ടേ ഇരിക്കുക. കുറച്ച് നേരത്തേക്ക് തന്നെ ഉരയ്ക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ഉരയ്ക്കുമ്പോഴേക്കും നല്ല നമുക്ക് മൂർച്ചയായിട്ട് കിട്ടും. പക്ഷേ നമ്മളിത് മടക്കുമ്പോഴേക്കും നല്ല കട്ടിയായിട്ട് മടക്കണം. കട്ടിയായിട്ട് മടക്കി കഴിഞ്ഞിട്ട് ഇത് ഇതുപോലെ നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് നല്ല മൂർച്ചയായിട്ട് നമുക്ക് കിട്ടും. ഇതുപോലത്തെ കത്തികൾ നമുക്ക് കുറച്ച് വീട്ടിൽ തന്നെ അത്യാവശ്യത്തിന് മൂർച്ചയാക്കി എടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു യൂസ്ഫുൾ ടിപ്പാണിത്. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നോക്കിയാൽ കണ്ടോ, അത് പെട്ടെന്ന് ഇങ്ങനെ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലതായിട്ട് മൂർച്ച കൂടി അത് നമുക്കിങ്ങനെ ശരിയാക്കിയെടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നൊരു ടിപ്പ്, സാധാരണ നമ്മൾ ഈ ചൂല് വെച്ചിട്ട് വലയൊക്കെ ഇങ്ങനെ അടിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോഴേക്കും ഈ ചൂലിൻ്റെ ഭാഗങ്ങളിലൊക്കെ വല കുരുങ്ങി അത് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട്, ചൂലിനെ വൃത്തിയാക്കി എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ചൂലിൻ്റെ അറ്റത്ത് വന്നിട്ട് ഒരു പ്ലാസ്റ്റിക് ക്യാരി ബാഗ് പോലെ എന്തെങ്കിലും കെട്ടിയതിന് ശേഷം നമുക്കിങ്ങനെ കസേരയുടെ അടിയിലോ ഇതിലൊക്കെ വലയടിക്കുകയാണെങ്കിൽ വലയൊക്കെ ഈ കവറിൽ നമുക്ക് ശേഖരിച്ചിട്ട് ഇത് കുറച്ച് ടൈറ്റായിട്ട് കെട്ടണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ചൂല് ഈ കവറൊന്ന് ഊരി മാറ്റിയാൽ ചൂലും വൃത്തിയായിട്ടിരിക്കും. ഈ കസേരയുടെ താഴെയൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് വലയൊക്കെ വൃത്തിയാക്കിയിട്ട് അങ്ങ് എടുക്കാം. നമ്മുടെ ഫുജി ഇത് കണ്ടല്ലോ, പതിവ് പോലെ കാർ ഷെഡിൻ്റെ പുറത്ത്, അടുത്ത വീട്ടിലെ ഷെഡിൻ്റെ പുറത്ത് ഇതെങ്ങനെയാണ് ഇവ മരം വഴിയൊക്കെ കയറിയിട്ട് അവിടെയാണ് റെസ്റ്റ് എടുക്കുന്നത്. ആഹാരം കഴിക്കാനായിട്ടുള്ളപ്പോഴേക്ക് ഇടയ്ക്ക് ഇറങ്ങി വരും. അപ്പം മുകളിൽ കയറി ഇരിക്കുന്നതാണ് അവൻ്റെ സ്ഥിരം പതിവ്. ഇതിന് മുമ്പ് ഞാൻ 1-2 വീഡിയോയിൽ അവൻ്റെ ഇരിപ്പിടം ഒളി സങ്കേതം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ആടുകൾ പതിവ് പോലെ അവർ പതിവ് തെറ്റിക്കാറേ ഇല്ല. ഭയങ്കര വെപ്രാളമാണ്. ഇല കണ്ടാൽ അവർക്ക് എന്താ ചെയ്യേണ്ടത് എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങി കൊണ്ടുപോയി അത് ആസ്വദിച്ച് തിന്നുന്ന സ്ഥിരമായിട്ട് കുഞ്ഞാടുകൾ, ഈ വന്ന ആടുകൾ തന്നെ പിന്നെയും എന്നും എല്ലാ ദിവസങ്ങളിലും വരാറുണ്ട്. ഒരു ദിവസം പോലും അവർ ഇതൊന്നും മുടക്കാറില്ല. ഇപ്പോൾ എന്തോ ഒരു ഓർമ്മശക്തിയാണെന്നറിയാം, കൃത്യം നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ തന്നെ വന്ന് നിൽക്കും. അതുപോലെ തന്നെ മാവലയാണ് അവർക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് വിട്ടിട്ട് എന്ത് ഇല കൊടുത്താലും അതൊന്നും വേണ്ട, അത് കഴിച്ചിട്ടേ പോവുള്ളൂ. ഇത് ഞാൻ സാധാരണ വൈകുന്നേരം കോളേജ് വിട്ട് വരുമ്പോഴേക്കും എന്നെ സ്വീകരിക്കാനുള്ള റിസപ്ഷൻ കമ്മിറ്റിയാണ്. ഇവരൊക്കെ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കും, നമ്മളെ കാത്ത് നിൽക്കുന്നത്. ഇത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റോഡൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതത് വീട്ടുകാർ തന്നെ പുറത്തുള്ള റോഡും തൂക്കാറുണ്ട്. പിന്നത്തെ കുഞ്ഞ് വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.